കൊളുത്തൂപ്പുഴ എന്ന ഗ്രാമത്തിൽ ജനിച്ച് ചലച്ചിത്ര സംഗീത ലോകത്ത് അമൂല്യ പ്രതിഭയായി വളർന്ന രവീന്ദ്രൻ മാസ്റ്ററെ ലോകമെമ്പാടും സംഗീത ആസ്വാദകർ ആരാധിക്കുമ്പോഴാണ് സ്വന്തം നാട് ഈ കലാകാരനോട് തികഞ്ഞ അനാദരവ് കാട്ടുന്നത്. സർഗ പ്രതിഭയായ രവീന്ദ്രൻ മാസ്റ്ററുടെ ദീപ്തസ്മരണകൾ ഉണർത്തി കലാപരിശീലനത്തിനും സാംസ്കാരിക ചടങ്ങുകൾക്കുമായി കൊളുത്തൂപ്പുഴയിൽ ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ 4 വർഷം മുമ്പാണ് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാഗസരോവരത്തിന് തുടക്കമിട്ടത്. ഗാനഗന്ധർവൻ യേശുദാസ് ആയിരുന്നു രാഗസരോവരത്തിന് ശിലപാകിയത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തു തന്നെ രവീന്ദ്രൻ സ്മാരകത്തിന്റെ നിർമ്മാണം നിലച്ചതാണെന്നും അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ മുഴുവൻ ഫയലുകളും പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ ഇല്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ പറയുന്നു. 22 ലക്ഷം രൂപ രാഗസരോവരത്തിന്റെ നിർമ്മാണത്തിന് ചിലവിട്ടതെന്നാണ് പഴയ ഭരണസമിതി അവകാശപ്പെട്ടത്. എന്നാൽ 10 ലക്ഷത്തിൽ താഴെയുള്ള നിർമ്മാണ ജോലികളുടെ രേഖകൾ മാത്രമേ ഇപ്പോഴുള്ളൂ എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നു. ബാക്കി തുക ചിലവിട്ടതിൽ ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നു. പഴയ നിർമ്മാണഘട്ടത്തിലെ രേഖകളും സാമ്പത്തിക വിനിയോഗ കണക്കുകളും പുതിയ ഭരണസമിതിക്ക് കൈമാറിയാൽ ഉടൻ രാഗസരോവരത്തിന്റെ നിർമ്മാണം ആരംഭിക്കാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട്. തുറന്നുവച്ച പുസ്തകത്തിന്റെ മാതൃകയിലുള്ള രാഗസരോവരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചലാണ്. ഭരണസമിതികളുടെ രാഷ്ട്രീയ എതിർപ്പുകളും പിടിവാശികളും തർക്കങ്ങളും മൂലം രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മാരക മന്ദിര നിർമ്മാണം നിലച്ചിരിക്കുന്നത് കലാലോകത്തോടു തന്നെ അധികൃതർ കാട്ടുന്ന അവഹേളനയാണ്. ഈ അവഗണനകൾ തിരുത്തി കേരളത്തിലെ ഏറ്റവും മികച്ച കലാപരിശീലന കേന്ദ്രമാക്കി കൊളുത്തൂപ്പുഴയിലെ രാഗസരോവരം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, കൊളുത്തൂപ്പുഴ.